ആതിര, ഇത് ഏതിനെന്നായത്? ഇതാണ് നമ്മുടെ നാടൻ ബ്രീഡിനകത്തില്ലേ രാജപാള എന്ന് പറയുന്നത്. നാടൻ ബ്രീഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേരാണ് രാജപാള. രാജപാള അല്ലേ? ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ചുവന്ന മൂക്കും വെള്ള ശരീരം അല്ലേ? മൂക്കും വെള്ള നിറവും പിന്നെ ഇവന്മാരെ കണ്ണിനും പ്രത്യേകതകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാത്തത്. ഇവൻ നല്ല ഹെവി ആണല്ലോ. ഇവൻ നമ്മുടെ ഹെവി ആയിട്ടുള്ള ആൺചക്കനാണ് കേട്ടോ. ഇവനെ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇവനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര അഗ്രഷനൊക്കെ ആയിരുന്നു, കടിച്ച് കീറാനൊക്കെ വരുമായിരുന്നു. പുള്ളി ഒരു 1-2 മാസം എടുത്ത് നമ്മളുമായിട്ടൊന്ന് സ്നേഹത്തിലായപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര സ്നേഹമായിപ്പോയി കേട്ടോ. എന്തുവാ അവൻ പറഞ്ഞതേ, പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് എന്നെ പെണ്ണുമ്പള്ളി എടുക്കുക എന്നെ കൊണ്ട് വിട്ടേക്കണമെന്നാണ് പറഞ്ഞത്. ആള് ഭയങ്കര കുറുമ്പാണോ? കുറുമ്പും ഉണ്ട്, വാശിയുണ്ട്, എന്നാ അഗ്രഷനും ഉണ്ട് ആൾക്ക്. ഇത് മൂന്നും കൂടെ ചേർന്നൊരു വിത്താ ഇത്. നമ്മളോട് അഗ്രഷനൊക്കെ ഉണ്ടോ? നമ്മളോട് ഞാൻ പറ്റില്ല. വന്ന സമയത്ത് ഇവനെ വലുതായപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പം വന്ന സമയത്ത് നല്ല രീതിയിലുള്ള അഗ്രഷനൊക്കെ ഉണ്ട്. എന്നാലും ഇവന് ഈ എന്താ പറയുന്നേ, ഇവൻ നമ്മളെ എടുത്ത് കോടയും ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ആളാണ് ഇവന്. അതുകൊണ്ട് ഇച്ചിരി എനിക്ക് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കടിക്കുമെന്നല്ല പറഞ്ഞത്, ഇവൻ ഇതുപോലെ എടുത്തിട്ട് നമ്മളെ കൊടയുക ചെയ്യുന്നത്. സാധാരണ രാജപാള ഇത്രയും വലിപ്പമുള്ളത് കണ്ടിട്ടില്ലല്ലോ. രാജപാളൻ 2 ടൈപ്പ് വരുന്നുണ്ട്. ഹെവി സൈസും ഉണ്ട്, നോർമൽ സൈസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവനെ നമ്മൾ വലുതായപ്പോൾ തന്നെ കിട്ടിയാണ്. ഇവർക്ക് നല്ല രീതിയിലുള്ള പരിചരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവന് ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചിലർക്ക് ഇച്ചിരി സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വേണേ, അങ്ങനെ കൊടുക്കല്ലെന്നാണ്. നമ്മൾ 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കടിയെ ചായ ഫ്രൂട്ട്സ് അല്ലേ ഇവൻ കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴമാണ് ഇവന് ഏറ്റവും ഇഷ്ടം. പിന്നെ മുട്ടയുണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. ഇത്ര ഹെവി ആയിട്ടിരിക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമൊക്കെ ഇത് കഴിക്കും. വീട്ടിലുണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിക്കും. പിന്നെ ചിക്കനും ചോറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറുക്കൻ മാത്രമേ ഉള്ളൂ? അല്ലല്ല, നമുക്ക് ഇനിയും വേറെ 3 ചെക്കന്മാരും ഉണ്ട്, 5 പെൺപിള്ളാരും ഉണ്ട് കേട്ടോ. അത്രയും പേരുണ്ടല്ലേ ഇവിടെ? അത്രയും പേരുണ്ട്. ഉള്ളതിൽ ഇവനാണല്ലേ ഹെവി? ഏറ്റവും ഹെവി ആയിട്ടുള്ള ഇവനാണ്. പക്ഷെ ബോഡി ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇവനെക്കാട്ടിലും നീളത്തിലുള്ള ചെക്കനുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അവനെ കാണിക്കും എപ്പോഴും. അവനെ കാണിക്കാം. നമ്മൾ ഈ രാജപാള എന്ന് പറഞ്ഞാൽ ഈ നാടനായ ഇന്ത്യൻ ബ്രീഡിൽ നാടനായ നമ്മള് വീട്ടുകളിൽ വളർത്തുമ്പോ അവരോട് എന്താ പറയാനുള്ളത്? വീടുകളിൽ വളർത്തുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, വീട്ടിലെല്ലാവർക്കും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വളർത്താവുള്ളൂ. ഒരിക്കലും ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം ഇവരെ എടുത്ത് വളർത്തരുത്. ഇവരെ സ്ത്രീകൾക്കും കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ള വീടുകളിലെ ഇവരെ നമ്മൾ പറഞ്ഞു വിടത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവന്മാർക്കൊരു സ്നേഹപ്രകടനമുണ്ട്, ദേഹത്ത് വലിഞ്ഞു കയറും. അത് സ്ത്രീകളൊന്നും അംഗീകരിച്ച് തരുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇതുപോലെ ഹെവി സൈസൊക്കെ ആണെങ്കിൽ നമ്മളെ പിടിച്ച് വലിച്ചോണ്ടൊക്കെ പോകും. പിന്നെ രാജപാളയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ നോർമൽ ഫുഡൊക്കെ കൊടുത്തൊക്കെ വളർത്താം, നമുക്ക് നല്ലൊരു കാവൽ നായായിട്ടൊക്കെ വളർത്താൻ പറ്റും. പക്ഷേ ഇവർക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവർ കോമ്പൗണ്ട് പ്രത്യേകിച്ച് മെച്ചുറായി കഴിയുമ്പോൾ മെയിൽ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകുന്നതാണ്. എല്ലാം ഒന്നും പോകത്തില്ല, ഇവരുടെ ഒരു ബ്ലഡിനകത്തുള്ള ഒരു സംഭവം. അത് വെളി വിട്ട് പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. പിന്നെ അടുത്തടുത്ത വീടുകളിലുള്ളവരാണെങ്കിൽ വളർത്താതിരിക്കുക. എന്നാന്ന് വെച്ചാൽ രാത്രി കിടന്ന് ഓലിയിടും. ഇവനാന്നേലും ഓലിയിടും. നിന്റെ കാര്യമാണോ പറഞ്ഞേ? ഓലിയിടുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോ ഇവനെ നിങ്ങൾ ഇവിടെ വളർത്തുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവനെ കൊണ്ടല്ലേ രാജപാളത്തെ കൊണ്ട് തന്നെയുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദേഹത്ത് വലിഞ്ഞു കയറും. ഓർക്കപ്പുറത്തായിരിക്കും വന്ന് ചാടിക്കയറുന്നത്. അപ്പോൾ നമ്മൾ മറിഞ്ഞ് വീഴും, പിന്നെ എടുത്ത് ഒലയ്ക്കും. ഒരു തവണ എന്നെ എടുത്ത് നിലത്ത് അടിച്ചതൊക്കെയാണ്. അപ്പം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളു. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിലുള്ള ഇവന്മാരെ വെല്ലാൻ ആരുമില്ല. ഒരു നേരം കണ്ടില്ലേ പോലെ അലച്ചൂവി നമ്മളെ വിളിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഇവന്മാരെ തോട്ടങ്ങളിലൊക്കെ കാവൽ നായായിട്ട് വളർത്താൻ നല്ലതാണ്. അപ്പോൾ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ അതിൻ്റെതായ പ്രയോജനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ വളർത്താൻ പ്രയാസമൊന്നും ഉള്ള ആളൊന്നും അല്ല. പിന്നെ ഇവൻ ഇച്ചിരി ചീമ്പരിത്തരമൊക്കെ ഉള്ളത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നിങ്ങൾ ഇവിടെ വളർത്തുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവനെ കൊണ്ടല്ലേ രാജപാളത്തെ കൊണ്ട് തന്നെയുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദേഹത്ത് വലിഞ്ഞു കയറും. ഓർക്കപ്പുറത്തായിരിക്കും വന്ന് ചാടിക്കയറുന്നത്. അപ്പോൾ നമ്മൾ മറിഞ്ഞ് വീഴും, പിന്നെ എടുത്ത് ഒലയ്ക്കും. ഒരു തവണ എന്നെ എടുത്ത് നിലത്ത് അടിച്ചതൊക്കെയാണ്. അപ്പം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളു. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിലുള്ള ഇവന്മാരെ വെല്ലാൻ ആരുമില്ല. ഒരു നേരം കണ്ടില്ലേ പോലെ അലച്ചൂവി നമ്മളെ വിളിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഇവന്മാരെ തോട്ടങ്ങളിലൊക്കെ കാവൽ നായായിട്ട് വളർത്താൻ നല്ലതാണ്. അപ്പോൾ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ അതിൻ്റെതായ
പ്രയോജനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ വളർത്താൻ പ്രയാസമൊന്നും ഉള്ള ആളൊന്നും അല്ല. പിന്നെ ഇവൻ ഇച്ചിരി ചിമ്പിരിത്തരമൊക്കെ ഉള്ളത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ.